മനുഷ്യ വന്യജീവി സംഘർഷവും മലയോര മേഖലകൾ രൂപപ്പെടുന്ന പ്രതിഷേധങ്ങളും അസാധാരണ സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനത്തെ എത്തിക്കുന്നത്. പ്രതിഷേധം ഫലത്തിൽ സർക്കാർ വിരുദ്ധ വികാരമായി രൂപപ്പെടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നിർണ്ണയിക്കുന്ന സുപ്രധാന വിഷയമാകുമിത്. കഴിഞ്ഞ തവണ LDF-നൊപ്പം നിന്ന മലയോര മേഖലയെ ഒപ്പം നിർത്താനാണ് UDF കരുക്കൾ നീക്കുന്നത്. വന്യജീവി സംഘർഷം തുടർക്കഥയായതോടെ മലയോര മേഖലയിൽ രൂപപ്പെടുന്നത് മുൻപെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ സംഘടിച്ച് വനം വകുപ്പിനെതിരെ രംഗത്തെത്തുന്നു. പ്രതിക്കൂട്ടിലാകുന്നത് സർക്കാരും. തിരിച്ചടി മുന്നിൽ കണ്ട് വന നിയമ ഭേദഗതിയിൽ നിന്നുവരെ സർക്കാർ പിന്മാറി. പക്ഷേ മലയോര മേഖലയിലെ ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യങ്ങൾ പ്രതിരോധിക്കാനാകാത്ത രാഷ്ട്രീയ നീക്കമായി മാറുമോ എന്നതാണ് ഇടതുമുന്നണിയുടെ ആശങ്ക. പ്രതിസന്ധി മറികടക്കാൻ കൃത്യമായ വഴികളും സർക്കാരിന് മുന്നിലില്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട് വന്യജീവി സംഘർഷം ഇത്ര വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു? ഇതിന്റെ സാധ്യതകൾ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമരയാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വനമേഖലയിലെ ജനങ്ങളെ കേൾക്കാനും അവരുടെ ശബ്ദം അധികാര കേന്ദ്രങ്ങളെ കേൾപ്പിക്കാനും മാത്രമാണോ ഈ യാത്ര? അതോ അധികാരത്തിലേക്കുള്ള എളുപ്പ വഴിയും മലയോര മേഖലകളിൽ ഇടതിന്റെ അടിത്തറയിളക്കുന്നതുമായി ഈ യാത്ര മാറുമോ? UDF-ന് പ്രതീക്ഷ നൽകുന്നതും LDF-ന് ആധിയുണ്ടാക്കുന്നതുമാണ് കണക്കുകൾ. ആലപ്പുഴ മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്തെ 13 ജില്ലകളിലും വനാതിർത്തികളിലെ സംഘർഷ സാഹചര്യങ്ങളുണ്ട്. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കെടുത്താൽ അതിങ്ങനെ 44 നിയമസഭാ മണ്ഡലങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് മനുഷ്യ വന്യജീവി സംഘർഷം. തിരുവനന്തപുരത്തെ 5 മണ്ഡലങ്ങൾ, 5ഇടത്തും ഇടത് MLA-മാർ. കൊല്ലത്ത് 3, പത്തനംതിട്ടയിൽ 2 മണ്ഡലങ്ങളിലുമാണ് നിരന്തര വന്യജീവി ശല്യം, അതും ഇടതിനൊപ്പം നിൽക്കുന്നവ. കോട്ടയത്തെ പൂഞ്ഞാറിലും ഇടത് MLA-യാണ്. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ജനം വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുന്നു. അതിൽ 4ഇടത്തും ഇടതുമുന്നണി പ്രതിനിധികളാണുള്ളത്. എറണാകുളത്തെ ഹോട്ട്സ്പോട്ടായ കോതമംഗലം LDF മണ്ഡലവും മൂവാറ്റുപുഴയും അങ്കമാലിയും UDF-ന് ഒപ്പം നിൽക്കുന്നവയുമാണ്. തൃശൂരിലുമുണ്ട് വനം മേഖലയുള്ള മണ്ഡലങ്ങൾ. ഇതിൽ ചേലക്കരയും ഒല്ലൂരും ഇടതു മണ്ഡലങ്ങളെങ്കിൽ ചാലക്കുടിയിൽ UDF MLA-യാണ്. പാലക്കാട്ടെ പ്രശ്നബാധിത മണ്ഡലങ്ങൾ 2ഉം ഇടത് കോട്ടകളാണ്. മണ്ണാർക്കാട് UDF-നൊപ്പവും. മലപ്പുറത്ത് അൻവർ ഒഴിഞ്ഞ നിലമ്പൂരിന് പുറമെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ 4 മണ്ഡലങ്ങളിലും UDF പ്രതിനിധികളാണ്. കോഴിക്കോട്ടെ 4ഉം ഇടതിനൊപ്പം. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും പ്രശ്നം അതിരൂക്ഷം. അതിൽ 2 UDF മണ്ഡലങ്ങൾ. കണ്ണൂരിൽ 3-ൽ 2ഇടത്ത് UDF MLA-മാരാണ്. കാസർഗോഡ് 4-ൽ 3ഉം ഇടതു മണ്ഡലങ്ങളും. അതായത് ഇപ്പോൾ വന്യജീവി സംഘർഷം ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ ഇടതുമുന്നണിയെ ജയിപ്പിച്ചവയാണ്. മലയോരത്തെ ആശങ്കകൾ വോട്ടായാൽ അത് ഇടതുമുന്നണിയെ കുഴപ്പിക്കുമെന്ന് ചുരുക്കം. വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായ 21 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മലയോര സമരയാത്ര. വന്യജീവി സംഘർഷത്താൽ പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങളിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തിയാൽ കിട്ടുന്ന വലിയ സ്വീകാര്യതയാണ് ലക്ഷ്യം. പതിവ് സർക്കാർ വിരുദ്ധ വിഷയങ്ങളിൽ നിന്ന് മാറിയുള്ള ഈ നീക്കത്തിലൂടെ UDF വോട്ടുകൾക്കൊപ്പം പരമ്പരാഗത ഇടത് വോട്ടുകളുടെ സമാഹരണവും പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നു. ഒപ്പം അകന്നുപോയ ക്രൈസ്തവ വോട്ടുകളുടെ തിരിച്ചുപിടിക്കലും. മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സഭകൾ ഒപ്പം നിൽക്കുമെന്ന ഉറപ്പ് UDF-നുണ്ട്. ആ പ്രതീക്ഷകൾ വാനോളം വളരുകയാണ്. VV അരുൺ, News 18, തിരുവനന്തപുരം.